ഈജിപ്തിലെ ലെക്സോറിലാണല്ലോ കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആണ്, December 26. അപ്പോൾ ആഘോഷങ്ങളും പരിപാടികളൊന്നും ഇല്ല. അപ്പോൾ നെസ്വക്ക് ഒരു സർപ്രൈസ് വെക്കണമെന്നുണ്ടായിരുന്നു. കാരണം ഞാനിവിടെ കഴിഞ്ഞ പ്രാവശ്യം ഈജിപ്തിൽ വന്ന സമയത്ത് ഹോട്ട് ബലൂൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾക്ക് അത് കണ്ടപ്പോൾ നല്ല ആഗ്രഹം ഉണ്ടായിനി ഹോട്ട് ബലൂൺ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഓളോട് പറയാതെ ഞാൻ ലെക്സോർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് ഓൾ ഇന്നലെ കൊണ്ടുവന്നാണ്. കാരണം നമ്മൾ തലേന്ന് വന്ന് നിന്നാൽ പിറ്റേന്ന് രാവിലെ ഏർലി മോർണിംഗ് 5 മണിക്കൊക്കെ ഇവിടെ എത്തണം. അപ്പോൾ പിന്നെ 5 മണി 6 മണി ആകുമ്പോഴത്തേനെങ്കിലും ഇവിടെ എത്തണം. അപ്പോഴേ നമുക്കിത് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന് ഇന്നലെ ഇവിടെ സ്റ്റേ ചെയ്ത് ഓളോട് പറയാതെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞു. പിന്നെ അപ്പോൾ ആ ആഗ്രഹം തീർത്തു കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ രശ്മി ഇങ്ങോട്ട് വാ, വാട്ടർ ബലൂൺ ചെയ്യാൻ പോവാണ്. എന്താ പറയാനുള്ളത്? സർപ്രൈസ് ആയോ? അപ്പോൾ ഞാൻ ഈജിപ്തിൽ നിന്ന് ചെയ്ത് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞായിരുന്നു എന്തെങ്കിലും എനിക്കൊന്ന് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അവളോട് പറയാതെ അങ്ങോട്ട് കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ ആളാകെ വണ്ടടിച്ച് ആകെ നല്ല സന്തോഷമായിക്കണ്. അപ്പം ഇനി ഉള്ളിൽ കയറാൻ പോവാണ്. എന്താണ്, പേടിയുണ്ടോ? കുറച്ച്. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, സംഭവിച്ചില്ലാണ്. ഇതാക്കണേ ഇവന് ഇത് സെറ്റപ്പ് ചെയ്യുന്നത് വാട്ടർ ബലൂണ്ട് എങ്ങനെയാണ് ചെയ്യണത് കണ്ടോളിട്ടോ. അത് കാണിച്ചു കൊടുത്താ അങ്ങനെയാണ് ഇത് ചെയ്യണത് കേട്ടോ. കാരണം ഒരു വാട്ടർ ബലൂണുമ്പോൾ തന്നെ ഏകദേശം ഒരു 10-15 പണിക്കാരുണ്ടാവും. അത്രയും ആൾക്കാരെ എഫേർട്ടാണ് ഇത് ചെയ്യണത്. അവിടെ 3 ഫാനാണ് വെച്ചിരിക്കണത് ഈ സൈഡിൽ, അതേപോലെ അപ്പുറത്തെ സൈഡിലും ഉണ്ട്. ഇനി ആ കാണുന്ന കൊട്ടയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, കയറിയാണ്ട് നിൽക്കുക ആ കൊട്ടേൻ്റെ ഉള്ളിൽ കേട്ടോ. ഇനി കണ്ടോളി, അവിടുന്ന് മറ്റേ ഫയർ അടിച്ചിട്ട് ആണ് അത് നേരെ മേലേക്ക് പോണത് കേട്ടോ. അപ്പം നമുക്ക് കാണാം പോലെ സെറ്റപ്പ് ചെയ്യാം കേട്ടോ. നല്ലോണം അടുത്ത കൊല്ലം ചെല്ലാൻ കേൾക്കൂല, കാരണം സെറ്റ് ചെയ്യല്ലേ. ഇതിന്റെ മേലേക്ക് ആ വ്യൂ ഒക്കെ നോക്കി. റെഡി റെഡി റെഡിയായി റെഡിയായി വാട്ടർ ബലൂൺ സെറ്റായി. റെഡി റെഡി അല്ലേ? അപ്പോ കയറി നോക്കല്ലേ? ഓക്കെ. ബ്രദർ ബ്രദർ താങ്ക് യു ബ്രദർ, താങ്ക് യു താങ്ക് യു. അപ്പൊ ബോസ് നമുക്ക് സെറ്റ് ആക്കി തന്നോ. അതായത് ഇവിടെ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ നല്ല ടൈറ്റ് ആണ് കിട്ടാൻ പോവാണ്. എക്സൈറ്റഡ് ആണോ? സൂപ്പർ സൂപ്പർ എക്സൈറ്റഡ്. എന്താ പറയല്ലേ, എത്ര ആളത്തെ ആഗ്രഹമായിരുന്നു? കൊറേ കാലം ഇങ്ങോട്ട് കണ്ടില്ലേ, അപ്പൊ മുതല് ആഗ്രഹം. എങ്ങനെ ഒരു സർപ്രൈസ് ഉണ്ടാവും പ്രതീക്ഷിച്ചോ? നമുക്ക് ഈ സർപ്രൈസ് സെറ്റ് ആക്കി തന്നത് എൽക്കരീം ഹോളിഡേയ്സ് ആണ്. എന്താ പറയല്ലേ മുയിസ് ഖാനോട്? താങ്ക് യു മുയിസ് കാരനാണ് ഇന്നലെ ഞാൻ ഡൈവും ചെയ്തേ ആദ്യമായിട്ട്. ഓക്കെ ഓക്കെ. അപ്പം എന്താ വെച്ചാല് നമ്മള് പറക്കാൻ പോവാണ്. ഇത് നമ്മളെ ബലൂണൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താണ്. ഇതാണ് നമ്മളെ ക്യാപ്റ്റൻ ഇതാണ് കേട്ടോ. ഹായ് ക്യാപ്റ്റൻ, വി വാണ്ട് ഫുൾ അഡ്വഞ്ചർ. ഫുൾ അഡ്വഞ്ചർ. തീ പറക്കണാക്കള്. ആ ഫയർമാനാണ് ഇതിന്റെ കളികൾ കേട്ടോ. 4 ഗ്യാസും കുറ്റി ഉണ്ട്. 4 ഗ്യാസും കുറ്റി, അവിടെ കുറ്റി ഇവിടെ കുറ്റി അവിടെ കുറ്റി ഇവിടെ 4 കുറ്റികൾ. ഇതാണ് നമ്മളെ ക്യാപ്റ്റൻ. ഇതാ പൈലറ്റ് മുഹമ്മദ് നാസർ. മൂപ്പരെ ഷർട്ട് നമുക്ക് നോക്കി ഒന്ന് സൂം ചെയ്താൽ ചോദിച്ച പേര്, ക്യാപ്റ്റന്റെ പേര് പൈലറ്റ് മുഹമ്മദ് നാസർ. ഹായ് ബ്രദർ. Hello. Hi. How are you? How are you, sir? Fine. You good? Yes, all good. Yes. You love you Egyptian? We love very much. You happy Luxor? Yes, I already visited here. Really? Before. Inshallah you'll come again. Okay. Inshallah. Sure. I love you India. 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 I love you India. Oh, really? we love Egyptian people here. I love you India wallahi. We love Egyptians. Yes. Thank you. Okay. Thank you. Yeah. We love Mohammed Salah. Footballer. Yes. Muhammad Salah. Mohammed Salah. Thank you. സലാന്റെ ഫാനാണ്. കാണണം. അപ്പൊ നമ്മള് പൊങ്ങാൻ കേട്ടോ. അപ്പൊ നമ്മള് പൊങ്ങാട്ടോ. ബൈ ബൈ. ചെല്ലാലൊക്കെ ചെല്ലിക്കോ. വേണ്ട വേണ്ട. അപ്പോ പറക്കാൻ പോവാണ്. യാത്രക്ക് പോകുമ്പോ ചെല്ലണ്ടേ, ഇതിൽ ചെല്ലണ്ടേ, വേ ചെല്ലിക്കോ. എന്തായാലും അപ്പൊ നമ്മളെ കൂടെ ഉള്ള ആളുകളാട്ടോ ഇതൊക്കെ. നമ്മളെ ക്യാപ്റ്റൻ ഇതാത് വർക്ക് ചെയ്യിപ്പിച്ചോണ്ടിരിക്കാണ്.
അപ്പോൾ അതിൻ്റെ മേലെ നിന്നുള്ള വ്യൂ ആട്ടോ ഇത്. ചുറ്റിനും നെൽപ്പാടങ്ങളും ഇതൊക്കെ ആയിട്ട് ഇതാ ഹോട്ടർ ബലൂൺ. എങ്ങനെയുണ്ട്? സർപ്രൈസ് ഇഷ്ടമായോ? ചെറിയൊരു വലിയ പേടി. സർപ്രൈസ് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഞാൻ നമ്മള് നൈൽ നദി കൂടെ ബോട്ടിൽ പോവാന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. ബോസ് ഇതാ വീഡിയോ ഒക്കെ എടുക്കണം കേട്ടോ. പിന്നെ ഇതിന് പ്രത്യേകിച്ച് സേഫ്റ്റി ഒന്നും ഇല്ല കേട്ടോ. നേരെ താഴത്തേക്ക് കയറി പോയാല് ഇതിനോടൊന്നും ഞാന് മറ്റേ ഇങ്ങോട്ടോ എടി ആ വ്യൂ ഓക്കെ പാടം. ഗായ്സ് എങ്ങനെയുണ്ട് വ്യൂ? എങ്ങനെയുണ്ട് എല്ലാവരും പറയണം കേട്ടോ, അഭിപ്രായം പറയണം. അപ്പം പറ്റുന്നില്ല എല്ലാവരും ഇൻഷാ അല്ലാ ഈജിപ്തിൽ വരിക. ഇവിടെ ഈജിപ്തിൽ നിന്ന് ഒരു 10 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് നമ്മളിവിടെ ലെക്സോറിൽ എത്തട്ടോ. അപ്പോൾ ലെക്സോറിലൊക്കെ യാത്ര ചെയ്യാം. ടെമ്പിൾ കാണാൻ പോവാ. This is called the Hatshepsut Temple, one of Egypt's most magnificent temples, and built in terraces for the Queen Hatshepsut. There. Okay. Yeah. And we will try to go there to see it more clearly. Okay. അപ്പോൾ നമുക്ക് മോർ ക്ലിയറിലാക്കിയാണ്ട് കാണിച്ചു തരാൻ വേണ്ടി മുമ്പ് അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഈജിപ്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെമ്പിളാണ്. ഏത്? ഇതാണ് ആ കാണുന്ന ടെമ്പിൾ കേട്ടോ. ടെമ്പിളാണത്. ഇതെന്താ എങ്ങനെ? അല്ല പിന്നെ ഓലി പണിക്ക് പോവോ? അന്നയാണ്ടല്ലോ ഓല് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ നമ്മളെ അടി പോയില്ലേ. എന്താ ക്യാപ്റ്റൻ മുഹമ്മദ് എന്നൊക്കെ പറയും. ഈ ഇരുമലാണ് ഇതിന്റെ കളി കേട്ടോ. ഈ തീമ ഇതാണ് നമ്മളെ ബലൂണിന്റെ കളർ കേട്ടോ. മറ്റേ ബ്രസീലിന്റെ കളറാണ്. It was the burial sites of high officials and priests. All of these halls, it's called tombs of the nobles. ആ വാട്ടർ ബലൂണൊക്കെ അവിടെ പൊങ്ങാൻ നിൽക്കട്ടോ. അതുണ്ടോ പറക്കാൻ റെഡ് നിൽക്കണം അവിടെ. മേലെന്നില്ല വ്യൂ ആട്ടത്. എടി ഇത് നമ്മളെവിടെ ലാൻഡാ പറയും നിങ്ങൾക്ക്? നമ്മൾ വേറെ ഏതോ കരയിപ്പം കണ്ട് ലാൻഡ് ആവും. ഇതാ അതൊക്കെ പൊങ്ങാണ് നിലത്തുനിന്ന്. ഇതാ അവിടെ എയർ നിറച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇത് മേലെന്നില്ല വ്യൂ ആട്ടതൊക്കെ. അപ്പോൾ ബോസ് ഇതാ വാട്ടർ ബലൂണൊക്കെ ചെയ്തു വന്നിരിക്കുന്നു. എങ്ങനെയുണ്ട്? ഞാൻ രണ്ടാമത്താണ്, ഈയാണ് ആദ്യം. അടിപൊളി എക്സ്പീരിയൻസ്. നമ്മളെ ഹെൽപ്പ് ചെയ്ത ക്രൂ അത് അവിടെ നിൽക്കുന്നു. ഓരാണ് ഇതിന്റെ ആൾക്കാർ. അപ്പോൾ സംഭവത്ത് വൻ റിസ്ക് ആട്ടോ. അതായത് വിൻഡിന്റെ ഇതൊക്കെ നോക്കിയിട്ട് ഒരു ലാൻഡ് ചെയ്യുന്നത്. കാരണം കുറേ ഇപ്പുറത്ത് നിന്ന് നമ്മൾ ലാൻഡ് ചെയ്തത്. 1 മണിക്കൂർ. അതായത് എയറിൽ നിൽക്കേണ്ട ആളുകൾ ആയിരിക്കും ഒരു കറക്റ്റ് അറിയാം. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ വരും ചെയ്യും പരമാവധി എയർ തന്നെ നിർത്താവും. ഞാൻ എൻ്റെ കൂടെ തുടക്കുന്നതല്ലേ. അപ്പൊ നമ്മളെ വാഹനം ഇതാണ് ഗൈസ്. നമ്മുടെ വാഹനം ഇതാണ്. അടിപൊളി ഒരു ടുക്ടുക്കിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. നമ്മുടെ കോപ്പൈലറ്റ്, ടുക്ടുക്കിന്റെ കോപ്പൈലറ്റ്. ബ്രദർ വാട്ട്സ് യുവർ നെയിം? സിയാദാണ് നമ്മളെ ഡ്രൈവർ കേട്ടോ. അപ്പോൾ സിയാദാണ് നമുക്ക് ഈ ഒരു അവസരം ഒരുക്കുന്നത്. കാരണം നമുക്ക് കിട്ടുന്ന ഒരിക്കലും നമ്മൾ പ്രതീക്ഷയല്ല അല്ലേ. കാരണം വാട്ടർ ബലൂൺ എന്താ വെച്ചാൽ ഇപ്പോൾ ക്രിസ്മസിൻ്റെ പിറ്റേ ദിവസം ആയതുകൊണ്ട് തന്നെ കണ്ടമാനം യൂറോപ്യൻസ് ഉണ്ട്. അപ്പോൾ ഒരു പറയുന്ന പൈസ കൊടുത്ത് കയറാൻ അവിടെ റെഡിയാണ്. അതായത് ഇപ്പോൾ 10,000 15,000 അല്ലേ. അതായത് അത്രയും പൗണ്ട് വരെ കൊടുക്കുക. അതായത് $100 പറഞ്ഞാൽ നാട്ടിൽ 10,000 റുപ്യയായി. അതിൻ്റെ മേലെ അതായത് പൗണ്ട് ഇരട്ടിയാണല്ലോ നമ്മുടെ നാട്ടിൽ ₹20. 10,000 പൗണ്ട് 20,000 റുപ്യ. അതൊക്കെ കൊടുത്ത് കയറാൻ യൂറോപ്യൻസ് റെഡിയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇടയിൽ നിന്ന് അങ്ങനെയുള്ളൊരു ദിവസം നമുക്ക് മൂന്നാൾക്ക് ഇങ്ങനൊരു അവസരം ഒരുക്കി തന്നത് നമ്മളെ സിയാദ് ഭായി ആണ്. അപ്പോൾ താങ്ക് യു സിയാദ് ഭായി ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ഓക്കെ സെറ്റല്ലേ ഇനിയോ? അപ്പോൾ അങ്ങനെ നമ്മളെ ആനിവേഴ്സറിൻ്റെ അന്ന് നമുക്ക് ഇങ്ങനൊരു സാധനം നമ്മൾ ഓരോ ദിവസം പ്ലാൻ ചെയ്തേനി. 26-ാം തീയതി ആകുമ്പോൾ ഇവിടെ എത്തണം എന്നുള്ളത് നമ്മളൊരു പ്ലാനിങ് ആണ്. എന്താ മിനോ? കറക്റ്റ് നമ്മൾ ലെക്സോറിലെത്തി വാട്ടർ ബലൂൺ ചെയ്യണം എന്നൊക്കെ നമ്മളെ എന്താ 6th സെൻസ് കൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളായിരുന്നു. ഹാപ്പി അല്ലേ? അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ പോകാം അല്ലേ? ഓക്കെ. അപ്പം നമ്മളെ ടുക്ക് ഇതാണ്. ബ്രദർ ലെറ്റ്സ് ഗോ കം. മൂപ്പര് ടുക്ക് ഉണ്ടല്ലോ ലാസ്റ്റ് സ്പീഡ് 30. മൂപ്പര് 30 പറത്തി വിടും. ഓക്കെ ബ്രദർ ടേക്ക് അതിന് പറ്റുട്ടോ. ഞാനതൊക്കെ കയറാം. ബൈക്കിൻ്റെ അടുത്ത് തന്നടാ, ഞാൻ അവിടെ ഇരുന്ന് എടുത്തോണ്ട്. അപ്പോൾ ഗായ്സ് പോവല്ലേ? കയറു. അപ്പോൾ ഇതാണ് നമ്മൾ ടുക്ക് കേട്ടോ. ഒരു ഗ്യാപ്പ് വരൂ.
ഗ്യാപ്പ്. അപ്പോൾ ടുക് യാത്ര എടുത്തിട്ട് നമ്മൾ അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണം. ബാക്കി അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നമ്മൾ പിന്നെ ഹോട്ടൽ ബലൂണൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ഹോട്ടലിലായിട്ട് നമ്മൾ നിന്നിരുന്നത് കാണിച്ചു കൊടുത്ത മേലേക്ക് 0.5 ലിറ്ററാണ്. നല്ല അടിപൊളി റൂമും കാര്യങ്ങളും ഇതൊക്കെ ഫുൾ സെറ്റപ്പ് കേട്ടോ. സംഭവം ഇതിൻ്റെ പുറത്തൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ കാണിച്ചു തരാം. ഒരു ഉൾഗ്രാമട്ടത് ഈജിപ്തിൽ ലക്സോറിലുള്ള ഒരു ഉൾഗ്രാമമാണ്. അപ്പം നമ്മൾ കണ്ടാൽ ഇത്ര സെറ്റപ്പ് ഉണ്ടെന്ന് നമുക്ക് കരുതൂല, പക്ഷേ ഫുൾ സെറ്റപ്പ് ചെയ്ത ഒരു പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇപ്പം നമ്മൾ ഇനി പോകാൻ പോണത് എനിക്ക് വേറൊരു സർപ്രൈസ് അറിയാൻ പോവാണ്. സർപ്രൈസ് എന്താണെന്ന് പറയില്ല, നേരിട്ടുണ്ടാൽ മതി. ഈ സർപ്രൈസ് ഇജ് ശരിക്കും കിട്ടും. ഇജ് ഇന്നലെ അങ്ങനെ പറഞ്ഞു നമ്മളോട് ഇതിനെ പറ്റി. അപ്പോൾ എനിക്ക് കാണുമ്പോൾ എന്ത് ചെയ്യും മനസ്സിലാവും. പോലെ കമോൺ ഗൈസ് ലെറ്റ്സ് ഗോ. അപ്പോൾ വേറെ അടുത്ത സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. ഫുള്ള് സർപ്രൈസോട് സർപ്രൈസ്. ഈ വായത്തോട്ടത്തിലില്ല ഈ വായക്കോലകൾ ഫുള്ള് എന്ത് ചെയ്യണം, ഇത് ഫുള്ള് ഇജ് നിന്ന് വെട്ടണം. വണ്ടി കയറി കച്ചിക്കാക്കുന്ന റോഡിലേക്ക് ഫുള്ള് ഇജാണല്ലോ അതിൻ്റെ ഉള്ളിൽ കൂടെ. ഞങ്ങള് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കത്തി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു റോഡ് ട്രിപ്പ് പോവാണ്. അതായത് റോഡ് ട്രിപ്പ് പറഞ്ഞാൽ റോഡിൽ കൂടെ നടന്നു പോകുന്ന ട്രിപ്പ് കേട്ടോ. സാധാരണ നിങ്ങളെ കണ്ട റോഡ് ട്രിപ്പ് പറഞ്ഞാൽ കാറിലൊക്കെ പോകണേ. ഈജിപ്തിലും ആയുണ്ട്. അതാണ് ഇന്നലെ നമ്മൾ ഇവിടുന്ന് വാങ്ങിയ പഴം ഈ ഇതിമെന്ന് വെട്ടി ഉണ്ടാക്കണാണേ. ഗ്രാമകാഴ്ചകളാണ് ഈജിപ്തിൻ്റെ തെരുവോരങ്ങളിലൂടെ ഉള്ളൊരു നടത്തം. ഓ ഏതാണ് ഈ നമ്മളെ നാട്ടിൽ കാണും ഇങ്ങനെ ഒരു കൃഷിത്തോട്ടം. എനിക്കാകെ അത്ഭുതം, ഞാൻ വണ്ടർ അടിച്ചു പോയി. നമ്മളിപ്പോൾ പോകണത് എങ്ങോട്ടാ അറിയാം എനിക്ക് അറിയോ? ആ അപ്പം എനിക്ക് എവിടെയൊക്കെ സൂചനകൾ കിട്ടിക്കണം. അപ്പോൾ ഗായ്സ് അപ്പം നമ്മൾ പോകണമെന്ന് വെച്ചാൽ നെഷ്വക്ക് ഇവിടെ ഒരു ലോക്കൽസിൻ്റെ ഒരു വീട്ടിൽ പോയിട്ട് പിന്നെ അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടായിനി. അപ്പോൾ നമ്മളെ പിന്നെ എൽക്കരീം ഹോളിഡേയ്സ് നമുക്ക് അതും സെറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതായത് നമ്മളിവിടെ ഇല്ല, നമ്മളെ ഫുള്ള് കൊണ്ടിറന്നീനെ ചെക്കനുണ്ട്. അപ്പോൾ ഓൻ്റെ വീട്ടിലേക്ക് നമ്മൾ ഉച്ചയ്ക്ക് എന്ത് ചെയ്യാൻ പോവാണ്, ഫുഡ് കഴിക്കാൻ പോവാണ്. ഉച്ച പറഞ്ഞാൽ ഇപ്പോൾ ടൈം ഉച്ചയൊക്കെ കഴിഞ്ഞിരിക്കുന്നുണ്ട്, ഏകദേശം ഈവനിങ് ആവാനിരിക്കണ്. അപ്പോഴാണ് എന്താ വെച്ചാൽ ഞങ്ങൾ പള്ളിയിൽ പോയി വന്നപ്പോൾ തന്നെ നല്ല സമയമായിക്കണ്. അപ്പോൾ ഇതിന് ഇവരൊക്കെ കടന്നുറങ്ങിക്കണ്. ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, അപ്പം ഉറക്കം കിട്ടിയോ? സെറ്റാ മതി, നിങ്ങളവിടെ ഉറങ്ങിയാൽ മതി, നമ്മൾ ഉറങ്ങിയില്ലെങ്കിലും പ്രശ്നമല്ല. അപ്പോൾ നമ്മളിപ്പോൾ ഓരോ വീട്ടിലേക്ക് ഫുഡ് കഴിക്കാൻ പോവാണ്. ബാക്കി ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു തെരുവ് കൂടെ ഇങ്ങനെ നടന്നു പോകണം നമ്മൾ. ഈ വായത്തോടെ സീൻ കേട്ടോ, ഒന്നും പറയില്ല. ഫുള്ള് വായകൾ ഫുള്ള് ചാണല്ലോ തോട്ടത്തിനുള്ളിൽ കൂടെ. ഞാൻ നേരത്തെ പറഞ്ഞ വണ്ടി കയറി എന്നെ റോഡിലേക്കണേ ആര് ഞങ്ങളെ പറഞ്ഞിട്ടില്ല, പിന്നെ പറഞ്ഞു ആണോ? ജിഞ്ഞി പറഞ്ഞോ? ഇപ്പം രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞേ. സെയിം പിച്ച്. ഇത് ഓക്കെ വലുത് കേട്ടോ, വലിയ വായച്ച്. അപ്പോൾ ഗായ്സ് നമ്മൾ ഇനി ബാക്കി എന്ത് ചെയ്യുക, ഓരോ വീട്ടിലെത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. നഷ്വ അസ്സലാമു അലൈക്കും. എന്തിനാ എൻ്റെ ഫോട്ടോ എടുക്കണേ? നടക്കുന്ന വെറുതെ വീട്ടിൽ നിന്ന് കണ്ണാടി നോക്കി എടുത്താൽ പോലെ. നടക്കണക്ക് സ്ട്രൈറ്റ്. അസ്സലാമു അലൈക്കും. അപ്പോൾ വല്യപ്പ നമുക്ക് സലാം തരാം കേട്ടോ. كل سنة وانتم طيبين. كل سنة وانتم طيبين. ازيك؟ كويسة؟ How are you? Fine. كويسة؟ زين الحمد لله. باي. انت تتكلم عربي. What your country? إنديا. 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 الله إنديا دول ناس حلوين. إنديا مصر. مصر لا. لايك إنديا. لاك إنديا. تمام؟ تمام. إن شاء الله هيكون مبسوطين في بلدنا هنا. إن شاء الله. എന്താണ്? സന്തോഷാണ്. ഓക്കെ. You're welcome. ഓക്കെ ഓക്കെ. Nice to meet you. Nice to see you. Inshallah see you. Inshallah see you. Assalamu alaikum. إن شاء الله. Assalamu alaikum. السلام عليكم. بارك الله ورحمة فيكم. وبركاته.
بارك الله فيك والله الله ما يكاد تمام تمام باي مع السلامة. അതാ നശ്വ വരുന്നുണ്ട്. ആ 2 ദിവസമായി വന്നിട്ട് ഇവിടെ. എന്താണ് ഭയങ്കര കാര്യമായിട്ട് തന്നെ ഇവൽക്കൊക്കെ. ഇജ്ജ് വന്നാണോക്കിയാ ഇത്രയും നേരം പുലിയൊക്കാത്ത അതാണ് കറക്റ്റ് അന്നെ കണ്ടപ്പോൾ ഒച്ച ഉണ്ടാക്കി. മീറ്റ് മിസ്റ്റർ നശ്വ. നിലമ്പൂരിലൂടെ തേരാപ്പാര നശ്വ ഈജിപ്തിൽ വന്നത് എന്തിനായിരുന്നു? മീറ്റ് മിസ്റ്റർ നശ്വ. നശ്വ ഹത്തിമണി ബാ. എന്തായിരുന്നു നശ്വയുടെ ലക്ഷ്യങ്ങൾ? ഇതാക്കണ് നിൽക്കണ് വീണ്ടും. അസ്സലാമലൈക്കും. سلام ورحمة الله وبركاته تفضل അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ഓക്കെ ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മളെ അതിഥികളായിട്ട് നമ്മൾ വലിയ സ്വീകരിക്കുക കേട്ടോ. അമ്മ അമ്മേ അമ്മ മേലല്ലേ മേലല്ലേ? ആ ഗസ്റ്റ് റൂമാണല്ലേ? മോൾക്കാണോ? ആ അപ്പോൾ ഇതാണ് ഗസ്റ്റ് റൂം കേട്ടോ. അപ്പോൾ ഗസ്റ്റ് റൂമിൽ ഇരിക്കണ്ട, നേരെ മേലക്കലാണ് നേരെ ഫുഡ്. ആ നല്ല മണം. 4 നിലൻ്റെ മേലെ കേട്ടോ ഒരു താമസം. പോട്ടെ. ആ ആ അസ്സലാമു അലൈക്കും. നല്ല സ്മെല്ല്. നല്ല പൊരിച്ച കോയിൻ്റെ മണം. വീടിൻ്റെ പുറം കണ്ടാണ് നമ്മൾ ഒരിക്കലും വിലയിരുത്തരുത്തിട്ട് വരെ. ഈജിപ്ഷ്യൻ സിനിമ കണ്ടിരിക്കുകയാണ് വരെ. കോപ്പിറൈറ്റ് ആയിരിക്കാം. ഗസ്റ്റ് റൂമാണിത്. ഇരിക്കൂ. ഇവിടെ ഇരിക്കാം അല്ലേ? അതിഥികൾ വീട്ടിലെത്തി. എൻ്റെ ഫോണിൻ്റെ അടുത്താ. വീടിൻ്റെ ചുറ്റുപാടത് നമ്മളെ സെയ്ദിൻ്റെ വാപ്പ അല്ലേ? ആ സിയാദിൻ്റെ. സെയ്ദല്ല സിയാദിൻ്റെ. സീറ്റ് ഇരിക്കാൻ പറഞ്ഞാ. അപ്പൊ മൂപ്പരെ പേര് അബുസിത്ത് കേട്ടോ. ഹൗ ആർ യു? ഫൈൻ. And you? Oh, I am also fine. Good. Good, all good. We love Egypt. Good. Oh, what is this? What is this? Big wire, kuda wire. What is this? In Malayalam. Krishano. Big Krish. Krish. ജിമ്മിന് പോലില്ലേ? ജിമ്മ് ജിം. നെയ് ജിം നെയ്. الأخبار تمام. ഓൽക്ക് അറബി, നമുക്ക് അറബി അറിയില്ല, ഓൽക്ക് നമ്മളെ ഭാഷ അറിയില്ല. സൂപ്പർ. ഐ ലവ് ഈജിപ്ത്. رميت لي انزلي رميت لي Chocolates for you. يا فاطمة. ആണോ? أنت حزين؟ ها؟ حزين؟ عظيم. ها؟ اه لماذا؟
ഫുഡ് റെഡി ആയിച്ചു നോക്കിയാ പൈസ ഉണ്ട്. اسمك مين؟ ഗുഡ് സ്മെൽ. പേര് ഇസ്മക്ക് ഇസ്മക്ക്. نشفة؟ നശ്വ. نشوى. മൈ വൈഫ്. Yo, good. This is nice. You're here Egyptian here. شكلك زي المصريين. മസിരാളോ മിസിരാളോ പോലെ ഉണ്ട്. ആദ്യം വന്നാണ്ട് മൂപ്പർക്ക് എന്തെങ്കിലും വായിക്കൊടുത്തീനോ? ഇങ്ങനെ വരുമ്പോ ഞാൻ അങ്ങനെ വരുമ്പോ ഇങ്ങനെ പറയണ്ടോക്കെ പറഞ്ഞിട്ട് അതാ സൂപ്പർ മാർക്കറ്റിൽ ആളിനോട് പറഞ്ഞേ എന്നെ ഈജിപ്ഷ്യൻസിന്റെ മാരിക്കുണ്ട്. ഞങ്ങൾക്കോ തോന്നില്ലല്ലോ ഇപ്പൊ ഇത്. എനക്ക് മാത്രം തോന്നുന്നു. സൈഡിൽ നിന്നാണ്, സൈഡ് ലുക്കാണ്. സൈഡ് ഒന്ന് തിരി അങ്ങോട്ട് ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ, ഞാൻ പണ്ട് ഈജിപ്ഷ്യനെ വ്യൂസ് ഒന്നും ഉണ്ടാവില്ലല്ലേ, ഒരു വ്യൂ. അപ്പം നമ്മളിതാ സെയ്ദിൻ്റെ അല്ലേ വീട്ടിലെത്തി. സെയ്ദിൻ്റെ വാപ്പയാണിത്. അപ്പം നമ്മളിതാ ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ്. ഇതാ അവർ കൊണ്ടുവന്ന ഫുഡുകളാട്ടോ നമുക്ക് ഇതൊക്കെ. ഇതെന്താ ചിക്കനാണോ? ചിക്കൻ്റെ ചെസ്റ്റ് പീസൊക്കെ ഇതാ പൊരിച്ച് കൊണ്ടുവന്ന് വെച്ചിരിക്കണേ. പിന്നെ ഓരോ റൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഓരോ എല്ലാ ഫുഡിലും എന്തുണ്ടാവും ഓരോ പച്ചക്കറി നല്ലോണം ഉണ്ടാവും. അതായത് ഓല് ഇങ്ങനെയുള്ള സാധനങ്ങൾ തിന്നുണ്ടെങ്കിലും അതിൻ്റെ കൂടെ ഇത് തിന്നിട്ട് ഓല് ടാലി ആക്കുന്നുണ്ട്. നമ്മളെന്താ ബാലൻസ് ചെയ്യുന്നുണ്ട്. നമ്മളെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് മാത്രം അടിച്ച് കയറ്റി പോകുക. അതാണ് നമുക്ക് അസുഖങ്ങൾ ഇതൊക്കെ വരാൻ കാരണം എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഇതാ കണ്ടോ ഉരുളക്കിഴങ്ങ്. അതായത് വെജിറ്റബിൾസിൻ്റെ ഒരു പകുതി നോൺ വെജ് ആണെങ്കിൽ പകുതി വെജ് ഉണ്ട് ഓലിയിൽ. അപ്പോൾ ഓരോ ഭക്ഷണ രീതിയാണ്, ഓരോ ആരോഗ്യവും കാര്യങ്ങളും ഇതൊക്കെ അതുകൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ കേട്ടോ ഫുഡ് കഴിഞ്ഞപ്പോൾ ചോറാണെങ്കിലും അതിൽ ഇതാ കുറേ സംഭവങ്ങൾ മറ്റേ വെർമിസെല്ലൊക്കെ ഇട്ടിക്കണതിൽ അങ്ങനെ നല്ല അടിപൊളിയായിട്ട്. ഇതെന്താണ്? അപ്പോൾ ഗായ്സ് നമ്മളിതാ ഫുഡ് കഴിച്ചുകൊണ്ട് കേട്ടോ. അതായത് ചിക്കനൊക്കെ നല്ലതാ, സീൻ ചിക്കന്, അടിപൊളി ചിക്കന്, ഒന്നും പറയാല്ല. ഇതിനെന്താ പറയുക? തഹീന അല്ലേ, അടിപൊളി. കണ്ടോ ഇത് പച്ചക്കറി കൊണ്ട് ഉണ്ടാക്കണ എള്ളോ? ആ എള്ളിൻ്റെ പേസ്റ്റാണല്ലോ ഇട്ടത്. പിന്നെ നമ്മളിതാ ഫുഡ് കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഒരമ്മ ഉണ്ടാക്കിയാട്ടോ അതൊക്കെ. ഉമ്മാനെ കാണാമല്ലോ, അമ്മ വരിക കാരണം കുറച്ച് കഴിഞ്ഞിട്ടോ കാണിച്ചു തരാം. അപ്പോൾ ഒന്നും പറയല, സീൻ ഫുഡ്. അപ്പോൾ ആ ലോക്കൽ ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യണ നല്ലൊരു സാധനം മാറി കിട്ടിയില്ലേ? എങ്ങനെയുണ്ട്? എനിക്കൊരു വീട്ടിൽ വന്നിട്ട് ഫുഡ് കഴിക്കണം നല്ല ആഗ്രഹമായിരുന്നു. സെറ്റായില്ലേ? അതായത് ഇന്ന് എൻ്റെ ഫുൾ ആഗ്രഹങ്ങൾ നമ്മൾ തീർത്തിട്ട് നമ്മൾ ലെക്സോർ വിടണുള്ളൂ പോരെ? അപ്പോൾ അടുത്ത നമ്മൾ ഞങ്ങോട്ട് പോവാണ്. നൈൽ നദി കാണാൻ പോകട്ടോ. അപ്പോൾ ജയത്തിൻ്റെ അനിയനാട്ടത് ബ്രദർ. അപ്പം നമ്മൾ ഫുഡ് കഴിച്ചു. അപ്പോൾ സുഹൃത്തുക്കളെ നമുക്ക് ഉമ്മയാണ് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തന്നത്. അപ്പോൾ നല്ല ഫുഡായിരുന്നു, ഗുഡ് ഫുഡ്. അപ്പോൾ നമ്മളെ സെയ്ദിൻ്റെ ഉമ്മയാണ് കേട്ടോ. ഉമ്മയാണ് നമുക്ക് ഫുള്ള് ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തന്നത്. നമുക്ക് ഫുഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഗുഡ് ഫുഡ്. മിനിയോ ഫുഡ് എങ്ങനെ ഉണ്ടായിനി? പൊളി, സൂപ്പർ. അപ്പോൾ ഇത് സെയ്ദിൻ്റെ മൂത്താപ്പയാണ് കേട്ടോ. മൂത്താപ്പ എളാപ്പറ്റാണ്. ഫോട്ടോ എടുത്തരാം. ഉമ്മാൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ വരി നിൽക്കുന്നു. ഞാൻ എടുത്തുതരാം. ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ. അതേപോലെ തന്നെ ഈ ഉമ്മയാണ് നമുക്ക് ഫുഡ് ഉണ്ടാക്കി തന്നത്. താങ്ക് യു. ഓക്കെ ഉമ്മടുത്തോ. സെറ്റല്ലേ? നമുക്ക് യാത്ര ഇറങ്ങാം. അപ്പൊ യാത്ര പറച്ചിലാണ്. താങ്ക്സ് പറയ്. You seem Egyptian.
ഇവിടെ ഇപ്പൊ എല്ലാരും പറഞ്ഞു മൈ വൈഫ് മൈ വൈഫ് ഹിന്ദിന്നാണോ ഇന്ത്യന്നാണോ വാങ്ങിയത് ഇന്ത്യ ആ ഹിന്ദ് انا وين هي تفهم عربي انا الخيط ده انا اعمله മെഷീൻ ആ ഗൗൺ وانت لابسه لا انت مش لابسه انت المره الجايه ان شاء الله انا هنعمل لك واحد അടുത്ത വരവില് ഒന്ന് എനിക്ക് തരുമെന്ന് നിങ്ങൾ ഗൗൺ ഇടോ ആ بس ايه عايزه ناخد مقاساتها تحت هناخد مقاساته അളവെടുത്താല് വരുമ്പോത്തിന് തരാന്ന് അതെ അതെ അതൊക്കെ ഞാൻ പഠിച്ചിരുന്നതൊക്കെ السلام عليكم. See you. See you. السلام عليكم. زيد we are going. Okay. Okay. شكرا. What is this? മൂപ്പര് പള്ള കാണിച്ചെന്നുണ്ട്. അപ്പൊ ഗൈസ് അടുത്ത സർപ്രൈസ് കമോൺ ഹോർസിന്റെ മേലെ കയറ്റാൻ പോകുന്നു. ഒരു ഹോർസ് എന്ന് പറയട്ടോ, ഹോസിന്റെ മേലെ കുതിരന്റെ പുറത്ത് കയറ്റാൻ പോകുന്നു. ഞാൻ കാണിച്ചു തരാം എങ്ങനെ കയറേണ്ടതുണ്ട്. ഈ മൈക്ക് പിടിക്ക്. ഞാനില്ല. سايبه خلي يتمشى بيه. لا ഓന്റെ മോനെ 100% പ്രാവശ്യം വന്നപ്പോ എക്സ്പെർട്ടായി പോയതാണ്. നോ പ്രോബ്ലം. ഞാൻ കയറണ്ടോ? കയറണ്ടോ? അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ മാത്രമേ ആ ഒരു ടാസ്ക് ഏറ്റെടുത്ത് ധൈര്യം കാണിച്ചോളൂ. വേറെ ആർക്കും ധൈര്യമില്ല. പേടിയാണോ? നല്ല പേടിയാണ്. മുഖത്ത് കണ്ടോ? മുഖം കണ്ടറിയാം. അന്നെ ഏതായാലും അന്വേഷണിക്കല്ലോ. വായ്മ കയറി. പിന്നെ കുതിര ചാടൂലേ അടോക്ക്. നമ്മളിത് ഫുള്ള് ലോക്കലാണ്. ലോക്കൽ എക്സ്പീരിയൻസിന് വേണ്ടി നമ്മളിതാ ഈ കൊട്ടവണ്ടിയിൽ ഇവിടെ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ പോകുന്നുണ്ടല്ലേ, പൂതിയുണ്ട് കയറാൻ. ഇതിപ്പോൾ ഇവിടെ വന്നാണ്ട് പിടിച്ചാൽ മതി. നിൽക്കണ്ട, ഞാൻ ഇരുന്നോണ്ട് ഇന്ന നോക്കണ്ട. ഞാൻ ഇവിടെ ഇരിക്കാം. സീൻ എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടാൻ പോണത്.
നമ്മള് പോകുന്നത് ഇരുന്നോളിട്ടോ. ബൈ ബ്രദർ. ഇൻഷാല്ലാ ഇതിനെ കാണാം അടുത്ത ആരുമില്ലേ. എങ്ങനെയുണ്ട് കറക്റ്റ്. അത് തന്നെ കണ്ടപ്പോ ഈജിപ്ഷ്യന്റെ ലുക്ക് ഉണ്ട് പറഞ്ഞില്ലേനോ. ഇപ്പൊ ഈജിപ്ഷ്യൻസ് യാത്രയുടെ പോലെയാണ് ഇപ്പൊ യാത്രയാണ്. ശരി കറക്റ്റ്. അതാണ് നമ്മള് മിസ്റ്റർ ജീവിതം. അതാണ്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ആ പൂജ തീർന്നില്ലേ? അതായത് ഇന്ന് എനിക്ക് സർപ്രൈസോട് സർപ്രൈസാണ്. ഞാൻ പറഞ്ഞില്ലേ എങ്ങനെ പടിഞ്ഞിരിക്കണോ? അന്നാളെ പടിഞ്ഞിരുന്നോ? ഞാൻ ഇരിക്കണേ, ഞാൻ വിടുന്നുണ്ട്. ഇവന് സഞ്ചരിക്കണ വണ്ടി കൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് കയറി ഇറങ്ങി നടക്കും. ഇപ്പല്ലേ സീൻ ആൾക്കാരാണ്. ഓടുന്ന വണ്ടിന്റെ ടയർ മാറ്റുക, അങ്ങനെ അങ്ങനെയൊക്കെ ഓരോ ഹോബികളാണ് വെക്കുക. ബ്രദർ വി ഹാവ് എ സ്ട്രോങ് MPD. അതായത് നമ്മളിങ്ങനെ ചിന്തിക്കാൻ പോലെ നമ്മൾ MPD നമ്മൾ സമ്മതിക്കൂല. ആ സ്ഥലത്താണ് നിങ്ങൾ ഇവിടെ. ഇനി ഹൈവേ കയറട്ടോ. ഹൈവേ കയറാണ്. ലോക്കൽ ഫുൾ ലോക്കല്, പക്ക ലോക്കല്. ആ ഭയങ്കര എക്സ്പെൻസീവ് ആവല്. ആ ഭയങ്കര എക്സ്പെൻസീവ് ആണ് അവര്. എനിക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല. അവിടെ നിന്ന് കാല് 90-നുള്ളിൽ കൂടെ നീട്ടി വെച്ചോ. വേണ്ട അവിടെ ഇരിക്കോ? നോ എടി എനിക്ക് ഇരിക്കാൻ കഴിയൂല. പിടിച്ചോ വണ്ടി ഡേഞ്ചറാണ്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? ആ പൂജ്യം കഴിഞ്ഞില്ലേ? എന്താറിയോ, നമ്മളിപ്പോ ഒരു രാജ്യത്തേക്ക് ഒരു ട്രിപ്പ് വരുമ്പോ ആ രാജ്യത്തുള്ള ആൾക്കാർ എങ്ങനെ ജീവിക്കണം അതേമാതിരി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. മനസ്സ് ഒരു ദിവസം എക്സ്പീരിയൻസ് ചെയ്യണം. അതാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കണേ അല്ലേ? ഓക്കെ. മറ്റേത് നമ്മള് ഫുള്ള് ഭയങ്കര AC ഇട്ട് കാറിൽ കൊണ്ടുപോവാ അങ്ങനെയൊക്കെ ആയിരുന്നേ. അപ്പൊ നമ്മള് പറഞ്ഞ് ഇന്നൊരു ദിവസം ഇങ്ങനെ വേണമെന്ന് പറഞ്ഞപ്പോ സെറ്റാക്കി തന്നു. മിനു സെറ്റായി തന്നാണ്. മിനു അറിയാതെ ഒരു അധോലോകമായി മാറിയിരിക്കുന്നു.